ഇന്നത്തെ റെസിപ്പി കൊടംപുളി ഇട്ട് വെച്ച അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ അയല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെട്ടിയെടുത്ത് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് ഒന്നുകൂടെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെക്കണം. ഞാനൊരു അരക്കപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഒരു 4 മുളക്, പച്ചമുളക്, ഒരു 6 കഷ്ണം കൊടംപുളി, അരക്കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്ര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവിയുള്ളൊരു കറിയാണ് ഇത്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്കിട്ട്, പച്ചമുളക് കീറി വെച്ചതിട്ട്, കറിവേപ്പില കൂടെ അതിലേക്ക് ഇടുക. അതിനുശേഷം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്കിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചുവന്നുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വഴറ്റിയെടുത്ത ഇതിലേക്ക് മല്ലിപ്പൊടി ആദ്യം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം, തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ഇടാനായിട്ട്. മല്ലിപ്പൊടി ഇട്ട് ആദ്യമേ വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട്, മുളക് പൊടി ഉൾപ്പെടെയുള്ള ബാക്കി പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വഴറ്റി വെച്ച മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തുള്ള കൂട്ട് ഇട്ടതിന് ശേഷം കൊടംപുളി ഇട്ട് വെച്ചിരുന്ന അതുകൂടെ അതിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, നേരത്തെ നമ്മൾ ഉപ്പിട്ടിരുന്നു എന്നാലും ബാക്കി ആവശ്യത്തിന് വേണ്ട ഇലക്കറിക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത്, വെള്ളം ആവശ്യത്തിന് വേണേ, അതിൽ നന്നായിട്ട് വേകാൻ വേണ്ടിയുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്ത് വഴറ്റിയെടുത്ത് വെക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അയില കഷ്ണങ്ങൾ, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ അതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് വേണം കറി വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി തിളച്ച് കുറുകി നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കപ്പയുടെ കൂടെയും ചക്ക വേവിച്ചതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.